നമസ്കാരം. പശ്ചിമ ബംഗാളിൽ NIA സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന വാർത്ത അത് രാജ്യത്തിന് സമ്മാനിച്ച നടുക്കം ചെറുതായിരുന്നില്ല. കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലെ ഭൂപതി നഗറിലാണ് ഈ സംഭവം ഉണ്ടായത്. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ 2022 നടന്ന സ്ഫോടന കേസ് അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തിന് നേർക്കാണ് അപ്രതീക്ഷിതമായ ആക്രമണമുണ്ടായത്. പുലർച്ചെ 5:30 കൂടിയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. നിലവിൽ എന്തായാലും ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ NIAക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ വീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ റിപ്പോർട്ടുകൾ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് തേടിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ബംഗാളിൽ ഒരു രാഷ്ട്രീയ പോരായി തന്നെ ഈ സാഹചര്യം മാറിയിട്ടുണ്ട്. കാരണം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഈ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം സംസ്ഥാനത്ത് നടന്ന ഒരു ക്രമസമാധാന ലംഘനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുന്നത്. മമതാ ബാനർജിയുടെ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അർദ്ധരാത്രിയിൽ എന്തിനാണ് റെയ്ഡ് നടത്തിയത്? അവർക്ക് പോലീസ് അനുമതി ഉണ്ടായിരുന്നുവോ? അർദ്ധരാത്രിയിൽ അപരിചിതരായ ആരെങ്കിലും ആ നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവർ അപരിചിതരാണ് എന്ന് കരുതിയാണ് അവിടുത്തെ ജനങ്ങൾ അത്തരത്തിൽ പ്രതികരിച്ചത്? എന്തിനാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്? NIAക്ക് എന്ത് അവകാശമാണ് ഇതിനുള്ളത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ മമതാ ബാനർജി മുന്നോട്ട് വെക്കുന്ന ചോദ്യം. എന്തായാലും BJP ഇതിനെ കുറിക്കൊള്ളുന്ന മറുപടി നൽകിയിട്ടുണ്ട്. വെറുതെയല്ല NIA സംഘം എത്തിയിരിക്കുന്നത്, മറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ്. അതും ഒരു സ്ഫോടന കേസ്, തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലുണ്ടായ സ്ഫോടനം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി BJPയുടെ സംസ്ഥാന നേതൃത്വം വിമർശിക്കുന്നുണ്ടായി. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ സന്ദേശ് ഖാലി ആയിരുന്നു ബംഗാളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമെങ്കിൽ ഇപ്പോൾ അത് കേന്ദ്ര ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണമായി മാറിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപ് സന്ദേശ് ഖാലിയിലെ പ്രധാനപ്പെട്ട കുറ്റാരോപിതനായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘം എത്തിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതിനു മുൻപ് CBIക്ക് നേരെയും പശ്ചിമ ബംഗാളിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് NIA ഉദ്യോഗസ്ഥർ കൂടി ഇന്നലെ ആക്രമിക്കപ്പെട്ടത്. നിലവിൽ എന്തായാലും ഇതിന്റെ പേരിൽ അവിടെ രാഷ്ട്രീയ പോര് കനക്കുകയാണ്. ഇന്ന് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തു തന്നെയായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയം വളരെ ഗൗരവതരമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതിന് റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. നിലവിൽ ഈ ആക്രമണത്തിന്റെ ഭാഗമായ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.